സുഹൃത്തുക്കളെ, ഗണേഷ് കുമാറും ബിന്ദു മേനോനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളുടെ യഥാർത്ഥ വസ്തുതകൾ പുറത്തുകൊണ്ടിരുന്ന 2 വീഡിയോകൾ ഞാൻ ചെയ്തു. അതിൽ മൂന്നാമത്തതാണ്. ആദ്യത്തെ വീഡിയോയിൽ അവരുടെ അനധികൃത ഇടപാടുകളെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു വിശദമായി. അവരുടെ കമ്പനി മിഡ്നൈറ്റ് സൺ ഗ്ലോബൽ എന്നുള്ള കമ്പനിയുടെ അതിൻ്റെ വിശദാംശങ്ങൾ, അതിൻ്റെ ഉടമസ്ഥാവകാശം, അതിൻ്റെ മേൽവിലാസം, അത് നടത്തിയിട്ടുള്ള അഴിമതി ഇടപാടുകൾ, അതേതൊക്കെ വകുപ്പുകളായിരുന്നു, അത് ഞാൻ വിശദീകരിച്ചു. രണ്ടാമത്തെ വീഡിയോയിൽ ഇവർ പൊതുമണ്ഡലത്തിന് മുന്നിൽ വെച്ച കഥ കെട്ടുകഥയായിരുന്നു എന്നും യഥാർത്ഥത്തിൽ ഗണേഷ് കുമാറുമായിട്ടുള്ള ഇവരുടെ അഴിമതി ഇടപാടുകൾ സംബന്ധിച്ചിട്ടുള്ള തർക്കങ്ങളാണ് ഈ വിവാദത്തിലേക്ക്, വിഷയത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് ഞാൻ വിശദമായി സൂചിപ്പിച്ചു. ആ അഴിമതി ഇടപാടിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കുൾപ്പെടെ പങ്കുണ്ട് എന്നതിൻ്റെ വിശദാംശങ്ങളും ഞാൻ രണ്ടാമത്തെ വീഡിയോയിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ ഈ മൂന്നാമത്തെ വീഡിയോയിൽ ഇനി സൂചിപ്പിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗണേഷ് കുമാറിൻ്റെ രാജി സ്വീകരിക്കാതിരുന്നത് എന്നാണ്. എനിക്കിവിടെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ആ രാജി സ്വീകരിക്കാതിരുന്നത് സംബന്ധിച്ച് 2 കാരണങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ 2 കാര്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മരുമകൻ തന്നെ ഒരു ഗാർഹിക പീഡന കേസിൽ കുറേ നാൾ പ്രതിയായിരുന്നു എന്നുള്ളതും, 2 2016 തെരഞ്ഞെടുപ്പിൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ കുരുക്കാൻ വേണ്ടിയിട്ടുള്ള നിർണായകമായിട്ടുള്ള സഹായങ്ങൾ ഗണേശ് നൽകി എന്നുള്ളത് കൊണ്ട് ഗണേശിനെ ഒരു കാരണവശാലും ഒഴിവാക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഗണേഷ് കുമാറിൻ്റെ രാജി മുഖ്യമന്ത്രി വാങ്ങാതിരുന്നത് എന്നാണ് ആ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചത്. സുഹൃത്തുക്കളെ, എനിക്ക് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്, ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞതായിരുന്നില്ല യഥാർത്ഥ വസ്തുത എന്നാണ്. കാരണം അന്ന് ആ സമയത്ത് അത് പറയാൻ കാരണം എൻ്റെ കയ്യിൽ ഈ നിർണായക വിവരങ്ങൾ ആ സമയത്ത് ഇല്ലാതിരുന്നു എന്നുള്ളത് കൊണ്ടും, അത് ഒരു കോമൺ സെൻസിക്കലാണ് ആ വാദം എന്നുള്ളത് കൊണ്ടാണ് അതായിരുന്നു 2 കാരണങ്ങൾ എന്ന് ഞാൻ അപ്പോൾ പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ എനിക്ക് ഈ വിവരം കിട്ടിയപ്പോൾ എനിക്ക് ബോധ്യമാകുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത്, പിണറായി വിജയൻ ഗണേഷ് കുമാറിൻ്റെ രാജി ആവശ്യപ്പെടേണ്ട എന്ന് തീരുമാനിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഗണേഷ് കുമാറും കുടുംബവും തൻ്റെ മകളുമൊക്കെ ഉൾപ്പെടുന്ന അഴിമതി കഥകൾ ഒരു കാരണവശാലും പുറത്തു വരരുത് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയായിരുന്നു എന്നാണ്. സുഹൃത്തുക്കളെ, ഞാൻ എൻ്റെ രണ്ടാമത്തെ വീഡിയോയിൽ സൂചിപ്പിച്ചല്ലോ, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങളുടെ സമയത്ത് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോയി പ്രചരണം നടത്തേണ്ടിയിരുന്ന ഇന്ത്യയിലെ ആകപ്പാടെയുള്ള CPM-ൻ്റെ മുഖ്യമന്ത്രി ആ പ്രചരണം നടത്താതെ താനും കുടുംബവും ഗണേഷ് കുമാറും കുടുംബവും കൂടി ചേർന്നുകൊണ്ട് സിംഗപ്പൂരിലും മാനിലയിലും 14 ദിവസത്തെ ഒരു സന്ദർശനം നടത്തിയതിനെക്കുറിച്ച് ഞാൻ രണ്ടാമത്തെ വീഡിയോയിൽ ഞാൻ സൂചിപ്പിക്കുന്നുണ്ട്. ആ യാത്ര നടത്തിയത് ആ സമയത്ത് ഒരു അഴിമതി ഇടപാട് നടത്താനായിരുന്നു എന്നാണ് ഞാൻ ആ വീഡിയോയിൽ ഞാൻ വിശദീകരിച്ചത്. KSRTC-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയൊരു അഴിമതി ഇടപാട് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ യാത്ര അന്ന് നടന്നത്. ആ അഴിമതി ഇടപാട് ആ യാത്രക്കിടയിൽ ഉറപ്പിച്ചത് ഗണേഷ് കുമാറിൻ്റെ 2ാം ഭാര്യ ബിന്ദു മേനോനാണ് എന്നുള്ള ആരോപണമാണ് ഞാൻ ഉന്നയിക്കുന്നത്. ഏതാണ്ട് 300ഓളം ബസ്സുകൾ KSRTC-ക്ക് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഴിമതി ഇടപാട് ആ സിംഗപ്പൂർ മാനില യാത്രക്കിടയിൽ ഉറപ്പിക്കപ്പെട്ടു. അതായത് കേന്ദ്ര ഗവൺമെൻറ് എത്രയോ ഇലക്ട്രിക് ബസ്സുകൾ സംസ്ഥാന ഗവൺമെൻറ്റിന് സൗജന്യമായി തരാൻ തയ്യാറായി. നമ്മൾ ഓർക്കണം, സൗജന്യമായി. എന്നാൽ സൗജന്യമായി ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങുന്നതിനെ അന്ന് ട്രാൻസ്പോർട്ട് മന്ത്രിയായ ഉടനെ തന്നെ ഗണേഷ് കുമാർ ശക്തിയുക്തം എതിർത്തു. അത് വാങ്ങിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതിന് പകരം കിഫ്ബിയിൽ നിന്ന് എത്രയോ 150-200 കോടി രൂപയോ മറ്റോ കിഫ്ബിയിൽ നിന്ന് വാങ്ങി ഇലക്ട്രിക് ബസ്സുകളല്ലാത്ത ബസ്സുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് തീരുമാനമുണ്ടാക്കി. ആ തീരുമാനത്തിലെ അഴിമതി ഇടപാട് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും കൊണ്ട് ഗണേഷ് കുമാറും ഗണേഷ് കുമാറിൻ്റെ 2ാം ഭാര്യ ബിന്ദു മേനോനും സിംഗപ്പൂരും മാനില എന്ന് പറയുന്ന ഈ രാജ്യങ്ങൾ സന്ദർശിച്ചെന്നുള്ള ആരോപണമാണ് ഞാൻ ഉന്നയിക്കുന്നത്. ആ യാത്രയിൽ ആ ഡീല് സംബന്ധിച്ച് തീരുമാനമായി. ആ ഡീലുമായി ബന്ധപ്പെട്ട് വാങ്ങിയിട്ടുള്ള ബസ്സുകളിൽ KSRTC ബസ്സുകളിൽ ഭൂരിപക്ഷം ബസ്സുകൾ ഏത് സ്വകാര്യ കമ്പനിയുടേതാണെന്ന് കണ്ണുള്ളവർ കണ്ടാൽ അവരുമായിട്ടായിരുന്നു ഡീല് എന്ന് ഉറപ്പാക്കാൻ കഴിയും. ആ കമ്പനിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല.
പക്ഷേ ആ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാങ്ങിയ ഏതാണ്ട് 300ഓളം ബസ്സുകളിൽ ബഹുഭൂരിപക്ഷം ബസ്സുകളും ഏത് സ്വകാര്യ ബസ് നിർമ്മാതാക്കളുള്ളതാണെന്ന് നോക്കിയാൽ മതി, അവരുമായിട്ടായിരുന്നു ഡീല്. അപ്പോൾ ആ ഡീല് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയത് ഗണേഷ് കുമാറിൻ്റെ രണ്ടാം ഭാര്യ ബിന്ദു മേനോനായിരുന്നു. അപ്പോൾ ആ കരാറ് ഉറപ്പിച്ചു, അതുമായി ബന്ധപ്പെട്ട് ബസ് വാങ്ങിച്ചു, അതിൻ്റെ കമ്മീഷൻ കിട്ടി. ആ കമ്മീഷൻ പിണറായി വിജയൻ്റെ മകളിലേക്കൊക്കെ എത്തിയിട്ടുണ്ടെന്നുള്ള നിലയിലുള്ള ആരോപണങ്ങളാണ് ഉയർന്നിട്ടുള്ളത്. എന്നാൽ ആ ഡീലുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ്ടും കുറേ പണം കൊടുക്കാനുണ്ടായിരുന്നു, അപ്പോൾ കുറേ കൂടെ കമ്മീഷനൊക്കെ കിട്ടാനുണ്ടായിരുന്നു. ആ നില ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ബിന്ദു മേനോൻ അറിയാതെ ഈ കമ്പനിയുടെ ഒരു വനിതാ പ്രതിനിധി ഗണേഷ് കുമാറിനെ കാണാൻ ഗണേഷ് കുമാറിൻ്റെ വാളകത്തെ വീട്ടിലെത്തുന്നുണ്ട് എന്ന് ബിന്ദു മേനോന് ബോധ്യമായത്. അതറിഞ്ഞ് ആണ് ബിന്ദു മേനോൻ അവിടെ ചെല്ലുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെ സൂചിപ്പിച്ചു. അതിൻ്റെ ചിത്രം എടുക്കുന്നു, മുഖ്യമന്ത്രിയുടെ മകൾക്ക് അയച്ചു കൊടുക്കുന്നു. മുഖ്യമന്ത്രിയുടെ മകളെ ബന്ധപ്പെട്ടു എന്നുള്ളത് ഏഷ്യാനെറ്റിലെ ആ ഓഡിയോ അഭിമുഖത്തിൽ തന്നെ ബിന്ദു മേനോൻ പറയുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന എന്താ, ഈ ബസ് വാങ്ങിച്ചിട്ടുള്ള ഈ അഴിമതി ഇടപാടിൽ, ആ അഴിമതി ഇടപാടിന് നേതൃത്വം നൽകിയത് ബിന്ദു മേനോനാണെങ്കിൽ ആ അഴിമതി ഇടപാടിൽ മുഖ്യമന്ത്രിയുടെ മകൾക്ക് കൂടി പങ്കുണ്ട് എന്നുള്ളതാണ് പ്രധാനം. അവരൊരുമിച്ച് പോയപ്പോഴാണ് ഈ ഡീല് നടന്നിട്ടുള്ളത്. ആ ഡീലിൽ നിന്നുള്ള കമ്മീഷൻ മുഖ്യമന്ത്രിയുടെ മകൾക്ക് കിട്ടിയെന്നുള്ള ആരോപണം ഇപ്പം ഉന്നയിക്കപ്പെടുകയാണ്. അപ്പം സ്വാഭാവികമായും അങ്ങനെ ഒരു അഴിമതി ഡീല് നടന്നിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട് ബസ് വാങ്ങിച്ചിട്ടുണ്ട്, അതിൽ നിന്നുള്ള കമ്മീഷൻ മുഖ്യമന്ത്രിയുടെ മകൾക്ക് ലഭിച്ചിട്ടുണ്ടെന്നുള്ള ആരോപണങ്ങളുണ്ട്. ആ സാഹചര്യത്തിൽ തൻ്റെ മകൾ കൂടി ഇടപെട്ട, താനും കൂടി വിദേശ യാത്ര നടന്ന അഴിമതി ഇടപാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ഗണേഷ് കുമാറിനും ഭാര്യയ്ക്കും അറിയാമെന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഗണേഷ് കുമാറിൻ്റെ കയ്യിൽ നിന്ന് രാജി എഴുതി വാങ്ങിയാൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങൾ പുറത്തു വരുമോ എന്നുള്ള ആശങ്ക പിണറായി വിജയനെ ബാധിച്ചു എന്ന് നമ്മൾ കാണണം. അല്ലേ തന്നെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. കഷണ്ടിത്തലയിൽ കല്ലുമഴ എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ്. കഷണ്ടിത്തലയാണ്, അതിൻ്റെ മുകളിലേക്ക് കല്ലുമഴയും കൂടെ ഉണ്ടായുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം തന്നെ തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള സാധ്യത ഏതാണ്ട് 5% ഉള്ളൂ എന്ന് പിണറായി വിജയന് അറിയാവുന്നതാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് 1.5 മാസങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു വിഷയത്തിൽ ഗണേഷ് കുമാറിൻ്റെ രാജിയിലേക്ക് പോയാൽ, രാജിവെച്ച് കഴിയുമ്പോൾ ഗണേഷ് കുമാറിന് കലിപ്പുണ്ടാവും എന്നറിയാമല്ലോ. കാരണം ഉമ്മൻചാണ്ടി സർക്കാരിൽ നിന്ന് രാജിവെച്ചതിനെ തുറന്നിട്ടാണല്ലോ അന്ന് ഉമ്മൻചാണ്ടിക്കിട്ട് പണിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ താനും തൻ്റെ കുടുംബമൊക്കെയായി ബന്ധപ്പെട്ടുള്ള അഴിമതി ഇടപാടുകളെല്ലാം ഗണേഷ് കുമാറിന് അറിയാവുന്നതായതുകൊണ്ട് ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനത്ത് രാജിവെച്ച ഇത്തവണ മത്സരിക്കാൻ പോലും പറ്റാത്ത സ്ഥിതി വരുമ്പോൾ ക്രുദ്ധനായിട്ടുള്ള ഗണേഷ് കുമാർ ഈ അഴിമതി ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ പുറത്തു പറഞ്ഞാൽ ഉണ്ടാകുന്ന ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതം പിണറായി വിജയന് ബോധ്യപ്പെട്ടു. എന്ന് മാത്രമല്ല, ഗണേഷ് കുമാറിൻ്റെ ഭാര്യ ബിന്ദു മേനോനും ഈ അഴിമതി ഇടപാടുകളെല്ലാം അറിയാം. ഇനി നമുക്ക് ഇപ്പോൾ പുറത്തു വരാത്തതെന്ന് പറഞ്ഞാൽ വേറെ എന്തൊക്കെ അഴിമതി ഇടപാടുകൾ ഈ ബിന്ദു മേനോനും പിന്നെ മുഖ്യമന്ത്രിയുടെ മകളുമൊക്കെയായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടെന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല. അതെല്ലാം രഹസ്യാത്മകമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പിന് 1.5 മാസങ്ങൾക്ക് മുമ്പ് ഗണേഷ് കുമാറിൻ്റെ രാജി എഴുതി വാങ്ങിയാൽ അത് ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾക്കിടവരുത്തുമെന്നും അത് തന്നെയും തൻ്റെ കുടുംബത്തെയും ഒക്കെ ദോഷകരമായി ബാധിക്കുമെന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗണേഷ് കുമാർ രാജിവെക്കണ്ട എന്നുള്ള നിലപാടിൽ എത്തിച്ചേർന്നത് എന്നത് വസ്തുനിഷ്ഠമാണ് എന്ന് നമുക്ക് നിരീക്ഷിക്കുന്നതിൽ തെറ്റുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഈ മൂന്നാമത്തെ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഗണേഷ് കുമാറിൻ്റെ രണ്ടാം ഭാര്യ ബിന്ദു മേനോൻ പൊതുമണ്ഡലത്തിൽ ഉന്നയിച്ച കാര്യങ്ങൾ മുഴുവൻ പച്ചക്കള്ളങ്ങളും നട്ടാക്കുടിക്കാത്ത നുണകളും അവാസ്തവങ്ങളുമായിരുന്നു. ഗണേഷ് കുമാർ ഒരു കാമവെറിയനാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമൊന്നുമില്ല, അതായത് നിരന്തരം തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷേ ഈ വിഷയത്തിൽ ഗണേഷ് കുമാറിൻ്റെ കാമവെറി ആയിരുന്നില്ല യഥാർത്ഥ പ്രശ്നം ഗണേഷ് കുമാറും ഭാര്യയും ഒക്കെയായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള അഴിമതി ഇടപാടുകളിൽ അവർ തമ്മിലുണ്ടായിട്ടുള്ള തർക്കം, ആ അഴിമതി പണം പങ്കുവെക്കുന്നതിലുണ്ടായിട്ടുള്ള തർക്കം, താനും തൻ്റെ ഭർത്താവും ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ള അഴിമതി പണത്തിൽ എൻ്റെ ഒരു പങ്ക് താനറിയാതെ തൻ്റെ ഭർത്താവ് അടിച്ചു മാറ്റിക്കൊണ്ട് പോകുമോ എന്നുള്ള ബിന്ദു മേനോൻ്റെ സംശയം, അതിൽ നിന്നാണ് ഈ സംഭവം പുറത്തേക്ക് വന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഒരു കാര്യവും കൂടി മനസ്സിലാക്കേണ്ടത്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ യാമിനി തങ്കച്ചി അല്ല ബിന്ദു മേനോൻ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഗണേഷ് കുമാറിന് 1000 കോടി രൂപയുടെ സ്വത്തുണ്ടെന്നാണ് പറയുന്നത്.
അതിന് നല്ല പങ്കും ഇപ്പോൾ തന്നെ ബിന്ദു മേനോൻ്റെ കയ്യിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബിന്ദു മേനോൻ്റെ കയ്യിലെ ഒരു കളിപ്പാവ മാത്രമാണ് ഗണേഷ് കുമാർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗണേഷ് കുമാറിൻ്റെ കൂടുതൽ സ്വത്തുക്കളിൽ ബിന്ദു മേനോൻ കണ്ണുവച്ചിട്ടുണ്ട് എന്നുള്ള വിവരവും നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ബിന്ദു മേനോൻ വരച്ച വരയിൽ നിൽക്കുകയും ബിന്ദു മേനോൻ പറഞ്ഞാൽ നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുകയും ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും കിടക്കാൻ പറഞ്ഞാൽ ഉരുളുകയും ചെയ്യേണ്ട അവസ്ഥയിലാണ് ഗണേഷ് കുമാർ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. എന്തായാലും ബിന്ദു മേനോൻ ഈ പറഞ്ഞതുപോലെ ഗണേഷ് കുമാറിനെ പരിപൂർണമായി പാപ്പരാക്കിക്കൊണ്ട് അയാളുടെ സ്വത്ത് മുഴുവൻ കൈകാര്യം ചെയ്തുകൊണ്ട് പോയാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് അയാളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ പറയുന്നത്. ഇത് കർമ്മഫലമാണ് എന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഞാനൊരു വിശ്വാസിയല്ല. പക്ഷേ കർമ്മഫലമാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ എനിക്ക് അവിശ്വാസിയായിട്ടുള്ള എനിക്ക് കുറ്റപ്പെടുത്താനാവില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം സ്വന്തം അച്ഛനെ മർദ്ദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് സഹോദരിയാണ്. സ്വന്തം സഹോദരിയോട് കാണിച്ചിട്ടുള്ള വൃത്തികേടുകൾ, ആദ്യ ഭാര്യയോടും അവരുടെ മക്കളോടും കാണിച്ചിട്ടുള്ള വൃത്തികേടുകൾ, ശ്രീവിദ്യ എന്ന് പറഞ്ഞ നടിയുമായി ബന്ധപ്പെട്ട് കാണിച്ചിട്ടുള്ള വൃത്തികേടുകൾ, അതിലെല്ലാം ഉപരി കാരുണ്യവാനായിട്ടുള്ള മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ കൊല ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ, അതിലെല്ലാത്തിലും എതിർഭാഗത്ത് നിന്നവരെ ഉപദ്രവിച്ചതിൻ്റെ കണക്ക് തീർത്തുകൊണ്ട് ഗണേഷ് കുമാറിന് തിരിച്ച് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ പുതിയ ഉദാഹരണമായിട്ട് വേണം ഇപ്പം ഉയർന്നു വന്നിട്ടുള്ള ഈ വിഷയത്തെ നമ്മൾ കണക്കാക്കാൻ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.